സാർ അതായത് നമ്മുടെ ഈ യോഗയ്ക്ക് പലതരം കോഴ്സുകളുണ്ടല്ലോ സാർ. ഇപ്പോൾ അതെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഉണ്ട്, അതെ ഡിഗ്രി, അതെ പി ജി, അതെ ഈ എല്ലാത്തിലും ഉം, ഈ യോഗയുമായിട്ട് ബന്ധപ്പെട്ട് ഉം, ആ, മറ്റുള്ള പല സബ്ജക്ട്സും ഉം, കണ്ടിട്ടുണ്ട്. ഉം, അപ്പോൾ ഈ എല്ലാ കോഴ്സുകളിലും ഈ ഉം, സബ്ജക്ട്സിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ടോ, ഉം, അതോ ഇതിന് യോഗയുമായിട്ട് ബന്ധമുണ്ടോ? ഉം. അതിനെപ്പറ്റി ഒന്ന് സാർ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും യോഗ ബേസിക്കലി നമ്മൾ ഷോർട്ട് ടേം കോഴ്സുകളിൽ പഠിക്കുന്നത് യോഗ ഫിലോസഫിയാണ്. ഉം. ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് MSc യോഗ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു അടുത്ത ലെവൽ കൂടെ ഫിലോസഫി മാത്രമല്ല, മറിച്ച് ഇതിൻ്റെ ഒരു അനാട്ടമിക്കൽ ലെവൽ, അനാട്ടമി, ഫിസിയോളജി, ദെൻ ഇതിൻ്റെ എത്തിക്സ്, ദെൻ റിസർച്ച് മെത്തഡോളജി, ഇങ്ങനെ കുറേ പേർപ്പസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ യോഗ കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഈ പേപ്പേഴ്സ് എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പഠിക്കുന്നതിന് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫിലോസഫി മാത്രം അറിഞ്ഞാൽ പോരാ. ഇപ്പോൾ ഒരു മനുഷ്യ ശരീരമാണ്, അത് എങ്ങനെയാണ് അത് ബിൽഡപ്പ് ചെയ്തേക്കുന്നതെന്ന് കൃത്യമായി ഒരു യോഗ ഇൻസ്ട്രക്ടർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഘടന കൃത്യമായി അറിയണം, ഡൈജസ്റ്റീവ് സിസ്റ്റം അറിയണം, എൻഡോക്രൈൻ സിസ്റ്റം അറിയണം. ഈ സിസ്റ്റമൊക്കെ അറിഞ്ഞാൽ മാത്രമേ, കാരണം നമ്മളൊരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല യോഗയ്ക്കുള്ളത്, അതിനൊരു സയൻറ്റിഫിക്കൽ ആസ്പെക്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ കൃത്യമായി ഈ വിഷയങ്ങൾ പഠിച്ചാൽ മാത്രമേ ഒരു യോഗ ട്രെയിനർ ആകാൻ കഴിയൂ. സാർ നേരത്തെ ചോദിച്ചതുപോലെ ജസ്റ്റ് ഒരു 1 വീക്ക് കൊണ്ടും യോഗ ട്രെയിനേഴ്സ് ഉണ്ട്. അവരെന്താ ചെയ്യിക്കുന്നത്? ഒരു ജിംനാസ്റ്റിക്സാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഒരു വരുന്ന ഒരാൾക്ക് അത് എന്തിന് ചെയ്യും? ഇപ്പോൾ തീപ്പെട്ടിയുടെ പർപ്പസ് നമുക്കറിയാം. തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ തീ കത്തുന്നു, പക്ഷെ അത് എന്തുകൊണ്ട് കത്തുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇന്നൊരു ആസനം ചെയ്യുമ്പോൾ ഈ ആസനം ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു പോവുമെങ്കിലും അത് എങ്ങനെയാണ് ഗുണമായി ഭവിക്കുന്നത് എന്നുകൂടെ ഒരു ഇൻസ്ട്രക്ടർ പറഞ്ഞു കൊടുക്കണം. അൺഫോർച്ചുനേറ്റ്ലി യാതൊരു യോഗ്യതയില്ലാതെയാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കൃത്യമായി ഈ യോഗ കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമായിട്ട് തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രത്തോളം പേപ്പേഴ്സ് നമുക്കതിൽ പഠിക്കേണ്ടി വരുന്നത്. പിന്നെ ഈ അടുത്തിടെയായിട്ട് യോഗയിൽ കാണുന്ന മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ കേരള സമൂഹത്തിൽ നിൽക്കുന്നത് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു യോഗ അധ്യാപകൻ്റെ വീഡിയോ, അതിൽ പുള്ളി ക്ലെയിം അധ്യാപകൻ്റെ വീഡിയോ ആണ്. അതിൽ അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് എന്തോ ഒരു പ്രപഞ്ച ശക്തി കിട്ടിയിരിക്കുകയാണ്, സൂപ്പർ നാച്ചുറൽ പവർ അല്ലേ? ഈ പ്രപഞ്ച ശക്തി വെച്ചാണ് ഞാൻ ഈ ഹീലിംഗ് ചെയ്യുന്നത്. അങ്ങനെ എന്തോ ഒരു വേർഡൊക്കെ പുള്ളി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. കാരണം അദ്ദേഹം വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഇത് പറഞ്ഞ് ഏതോ ഒരു ഗുരുവിൻ്റെ നിന്നും പുള്ളി ഒരു ലോകത്തിൽ 5 പേർക്ക് മാത്രമേ അദ്ദേഹം കുറേശ്ശെ ഇങ്ങനെ ശക്തി കൊടുത്തിട്ടുള്ളൂ എന്നും, ഇതാണ് പുള്ളി വീണ്ടും അപ്പോൾ ഇതാണ് പുള്ളി കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ഔന്നത്യം ഉണ്ടെങ്കിലും അന്ധവിശ്വാസവും അതിനേക്കാളും അപ്പുറത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ റീസെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ളവർ ജീവിക്കുന്നത് ഇതിലൂടെയാണ്. ഇങ്ങനെ ആൾക്കാരെ കൊണ്ടൊരു തലത്തിൽ നിർത്തിയിട്ടാണ്, ഇനി അടുത്ത് ഞാൻ തരാൻ പോകുന്ന അടുത്ത പ്രപഞ്ചശക്തിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ യോഗയെ ഒരു ബിസിനസ്സായി കാണുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. യോഗ പഠിക്കാൻ പോകുമ്പോൾ അതിനുള്ളൊരു ഓരോരുത്തർക്കും ഓരോ ഇൻറ്റൻഷൻ തന്നെ ഉണ്ട്. എന്തിനാണ് അവർക്കൊരു രഹസ്യ അജണ്ട വെച്ചിട്ടാണ് യോഗ ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നുള്ളതാണ് സത്യം. പൊളിറ്റിക്കൽ അങ്ങനെയും ഉണ്ട്. ഇപ്പോൾ കുറേ രാഷ്ട്രീയക്കാരും യോഗ ഏറ്റെടുത്തിട്ടുണ്ട്. അവരവരുടെ ഒരു സെപ്പറേറ്റ് ഇൻറ്റൻഷൻ വെച്ചാണ് ചെയ്യുന്നത്. കുറച്ച് ഇങ്ങനെ വിശ്വസിപ്പിക്കുന്ന കുറച്ച് ആൾക്കാർ, കാരണം എനിക്ക് തോന്നുന്നു വിശ്വാസത്തിലൂടെ അധികം ആൾക്കാരെ അവരിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ വിജയം അവർ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ യോഗ പഠിക്കാൻ പോകുന്നിടത്ത് പല തലത്തിൽ നമ്മൾ അവരെ കൃത്യമായി ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമേ തുടർന്ന് ക്ലാസ്സുകളിൽ പോകാവൂ എന്നുള്ളതാണ് എൻ്റെ. സാറ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, യോഗയുമായിട്ട് ബന്ധപ്പെട്ട് യോഗയിൽ
ഉൾപ്പെട്ട് വരുന്ന എക്സർസൈസുകൾ മാത്രമല്ലാതെ ഉം. ഈ അനാട്ടമി, ഫിസിയോളജി പോലെയുള്ള വിഷയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് തീർച്ചയായും എന്ന് മാത്രവുമല്ല, നമ്മൾ അത് മനസ്സിലാക്കി യോഗ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫലവത്തായ രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വെരി അല്ലേ കറക്റ്റ്, സാർ? വെരി കറക്റ്റ്, വെരി കറക്റ്റ്. അപ്പൊ അത് സാറ് തന്നെയാണ്. ഇതിനിടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി യോഗ ഡേയെ പറ്റി. അപ്പൊ ഈ ഒരു അതെ. അവസരത്തിൽ എനിക്ക് സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ആ. ഫസ്റ്റ് യോഗ ഡേ ഞാനത് ഓർക്കുന്നു, ആ. 2015-16 ആ ഒരു 15. സമയത്താണ്. അതെ സർ. വളരെ ചുരുക്കം പേരാണ് നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതെ അതെ അതിൽ അതെ ഒന്ന് സാറായിരുന്നു. അതെ. സാറിന് അന്നൊരു ഫോൺ കോൾ ആകാശവാണിയിൽ നിന്ന് വരികയുണ്ടായി. അതെ, സാറുമായിട്ട് കുറച്ചു നേരം ഒരു കോൺവെർസേഷൻ ഉണ്ടായി. അതെ അതെ അത് അതെ. നമ്മുടെ വളരെ പ്രശസ്തനായ, എല്ലാവർക്കും പ്രിയങ്കരനായ, പ്രിയപ്പെട്ട നമ്മുടെ സിനിമ അഭിനേതാവായ മമ്മൂട്ടി സാർ, അതെ, അതെ, അദ്ദേഹമാണ് അതെ. സാറിന്റെ അടുത്ത് ആ ഒരു ഇന്റർവ്യൂ നടത്തിയത്. അതെ അതിനെപ്പറ്റി സർ, ഒന്ന് അതെ. വിശദീകരിക്കാനായിട്ട് സാധിക്കുമോ സാറിന്റെ അടുത്ത്? തീർച്ചയായിട്ടും, തീർച്ചയായും. മമ്മൂട്ടി സാറ് അദ്ദേഹം ഒരു നല്ല യോഗ എനിക്ക് പ്രാക്ടീഷണർ. തോന്നുന്നു സാറൊന്നും ഒട്ടും പ്രിപ്പയർഡും ആയിരുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും സർ, ഒരു ഒരിക്കലും ടോക്കിന് ഒരിക്കലും അല്ല. വളരെ യാദൃശ്ചികമായിട്ട് എനിക്ക് സാറിന് പോലും ഇൻഫർമേഷൻ ഇല്ലാതെയാണ് ഒരു ഫോൺ കോൾ സാറിന് അതെ വന്നത്. അതെ അതെ അല്ലേ? അതെ. അതൊരു ലൈവ് പ്രോഗ്രാം ആയിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. പിന്നീടാണ് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് പിന്നെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, യോഗ കേരളത്തിലാകെ ഒരു 5 പേരെയോ 6 പേരെയോ തിരഞ്ഞെടുത്ത, ആകാശവാണിയുടെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അത്. പ്രമുഖ അധ്യാപകരിൽ ഒരാളാണ് താങ്കൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞു പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത്, പിന്നെ മമ്മൂക്കായുമായിട്ടുള്ള ഒരു സംസാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു കോളാണ്, താങ്കൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അത് അവിശ്വസനീയമായിരുന്നു ആദ്യം. എന്നാലും പുള്ളിയുടെ ആ യോഗയെക്കുറിച്ചുള്ള പരിജ്ഞാനം, അത് വളരെ പുള്ളിയുടെ ആ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം ഇത് തന്നെയായിരുന്നു. സൂര്യ നമസ്കാരം എന്നുള്ളത് അന്നത്തെ തർക്ക വിഷയം അതായിരുന്നു. ഒരു മതക്കാർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്താണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഉത്തരം ഇതായിരുന്നു. എത്രത്തോളം റിലവൻ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമ്മൾ പറയുന്ന വെസ്റ്റേൺ മെഡിസിൻ എന്നാണ് അല്ലേ? അലോപ്പതി നമ്മൾ വെസ്റ്റേൺ മെഡിസിനാണ്. സോ വെസ്റ്റേൺ മെഡിസിൻ വന്നത് വെസ്റ്റേൺ ലാൻഡിൽ നിന്നാണ്. അപ്പോൾ അവിടെ എന്താണ്, ക്രിസ്ത്യാനിറ്റിയാണ് അധികമായിട്ടുള്ളത്. ദെൻ യുനാനി വന്നേക്കുന്ന അറബ് രാഷ്ട്രത്തിലാണ്. അവിടെ ചൈനീസ് മെഡിസിൻ ഉണ്ട്. യെസ്, ചൈനീസ് മെഡിസിൻ. അങ്ങനെ ഓരോ മെഡിസിൻസും ഓരോ സംസ്കാരത്തിൽ നിന്ന് വരുമ്പോൾ ആ സംസ്കാരത്തിൻ്റെ കുറച്ചൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ ആയുർവേദം ഹിന്ദുക്കൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നൊരു അർത്ഥമുണ്ടോ? ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മൾ ആചരിക്കുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടാവാം. അതിനെ നമ്മൾ പിന്നെ ഒരു മതത്തിൻ്റെ ഭാഗമായി കാണാതെ അതിലുള്ള ഗുണങ്ങൾ എന്താണ് എന്നുള്ളത് കാണുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നായിരുന്നു എൻ്റെ അന്നത്തെ ഒരു മറുപടി. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളിൽ യോഗ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നായിരുന്നു. തീർച്ചയായിട്ടും അവിടെ കുട്ടിക്കാലത്ത് തന്നെ ഇത് ഒരു സ്വഭാവമായിട്ട്, ഇതൊരു ജനറൽ ഡിസിപ്ലിനായിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും യോഗയുണ്ട്. അന്നൊന്നും അതൊന്നും അത്രത്തോളം പ്രചാരത്തിലല്ലായിരുന്നു. അപ്പോൾ കുട്ടികളിൽ ആ ഒരു സ്വഭാവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് നമുക്കറിയാമല്ലോ. നമ്മുടെ സൊസൈറ്റി എങ്ങോട്ട് പോകുന്നത് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിലേക്കായി, അപ്പം നമ്മളൊരു മോറൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫിൽ നിന്നും വളരെ വ്യത്യസ്തമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിട്ട് ആയി ഭവിക്കുമെന്നുള്ളതിന് നമുക്ക് ആർക്കും സംശയമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്ക് ടു അവർ നോർമൽ ലൈഫ് കുട്ടികളെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. മൊബൈൽ അഡിക്ഷൻ, ദെൻ മറ്റ് പല അഡിക്ഷൻസും നമുക്ക് ഇപ്പം തന്നെ അതിന് അഡിക്ഷൻ സെൻറ്റേഴ്സ് തുടങ്ങിക്കഴിഞ്ഞു മൊബൈൽ അഡിക്ഷന് വേണ്ടി തന്നെ, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പഴയ സംസ്കാരത്തിലേക്ക്, ആ സംസ്കാരം എത്രയോ നന്നായിരുന്നു എന്നുള്ളത് എനിക്കും സാറിനും അടങ്ങുള്ള മുന്നോട്ടുള്ള തലമുറയ്ക്ക് നന്നായിട്ടറിയാം. തിരിച്ചു കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മുടെ പോസിറ്റീവ് സൈഡ് അറിയിക്കുന്ന വിദ്യാഭ്യാസ രീതി വേണം നമുക്ക് അവലംബിക്കേണ്ടത്. യൂണിവേഴ്സിറ്റീസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഹൗ ടു മേക്ക് എ ലിവിങ് എന്നാണ്, ഹൗ ടു ലീവ് എന്നാണ്. അപ്പോൾ ഓരോ വിഷയങ്ങളിലൂടെയും നമ്മളത് പഠിച്ച് നമ്മളതിൽ എങ്ങനെ കാശുണ്ടാക്കാം, അത് വെച്ചിട്ട് എങ്ങനെ എനിക്ക് ജീവിക്കാം എന്നുള്ളത് പഠിപ്പിക്കുമ്പോൾ യോഗ മാത്രമേ ഹൗ ടു ലീവ് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. കുട്ടിക്കാലത്തെ തന്നെ യോഗ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം. പക്ഷെ അതിനിടയിൽ മറ്റ് ഇഞ്ചക്ഷൻസ് പാടില്ല. നാളൊരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുന്നതിന്
പക്വതയേറിയ രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു രീതി തന്നെയാണ് യോഗ വിദ്യാഭ്യാസം. അതിന് യാതൊരു മാറ്റവും. അടുത്തത് എനിക്ക് പ്രതിപാദിക്കാനുള്ളത്, അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിനെയും സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളിലെ കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു 3ാമത്തെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റാൻഡേർഡുകൾ തുടങ്ങി വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആൾക്കാരെ വരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസ്. അതായത് അവരുടെ ജോലി കാരണമായിരിക്കാം, അവരുടെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. അപ്പോൾ എത്രമാത്രം നമുക്ക് ഈ യോഗ അതിൽ ഫലവത്തായി നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് വഴി നമുക്ക് എത്രത്തോളം ഈ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, അതിനെപ്പറ്റി സാറിന് വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നു? തീർച്ചയായും സാർ. ഈ സ്ട്രെസ്സിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ലോകമെമ്പാടും ഒരുപാട് ഫാർമ റിസർച്ച് ഓർഗനൈസേഷൻസ് ഒത്തിരി കാശ് ചിലവാക്കുന്നുണ്ട്, കോടികൾ ചിലവാക്കി കഴിഞ്ഞു. പക്ഷേ ഇന്ന് വരെ നമുക്ക് സ്ട്രെസ് റിലേറ്റഡ് ട്രാങ്ക്ലൈസേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്, പക്ഷേ സ്ട്രെസ് റിലേറ്റഡ് മെഡിസിൻസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. അപ്പോൾ ഇപ്പം എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസിൽ ഇതിൻ്റെ ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പരിധി വരെ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ നമുക്ക് യോഗയിലൂടെ സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ത്രൂ ആസനാസ്, ത്രൂ പ്രാണയാമാസ്, ഇതിലൊക്കെ നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സ്റ്റഡീസ്, ശാസ്ത്രീയമായ നമ്മുടെ പഠനങ്ങളെ എടുത്തിക്കൊണ്ടാണ് ഞാനീ പറയുന്നത്, വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ആസനയിലൂടെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ്സ് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ യോഗയിലൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളെന്ന് നമ്മൾ പറയുന്ന ഒരുപാട് അസുഖങ്ങളെയും നമുക്ക് യോഗയിലൂടെ ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരിക്കലും പറയില്ല യോഗ ഇസ് എ പനാഷ്യ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ യോഗയിലൂടെ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ യോഗയിൽ നമ്മൾ സാറ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എവിടെ പോയി പഠിക്കണം എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. ശാസ്ത്രീയമായി പഠിച്ച അധ്യാപകർ നമുക്കൊരുപാടുണ്ട്. അപ്പോൾ അവരെ കണ്ടുപിടിച്ച് തന്നെ അവരുടെ അടുത്ത് തന്നെ പോയി പരിശീലിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നു സാറിപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് വിദ്യാർത്ഥികൾ, അതായത് പ്രത്യേകിച്ചും ഇപ്പം 11ാം ക്ലാസ് 12ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ 100% ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്കൊരു ഉന്നത പഠനത്തിന് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യകമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മെമ്മറി പവർ ബിൽഡിംഗ്, ഇതിനെല്ലാം തന്നെ നമ്മുടെ യോഗ പ്രാക്ടീസ് ഉപകാരപ്പെടും അല്ലേ സാർ? അല്ലേ? മെഡിറ്റേഷനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നമ്മുടെ മെമ്മറി പവർ കൂടുന്നതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രതിപാദിക്കുന്നുണ്ട്. ഈ പറയുന്നവർക്കൊക്കെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഒന്ന് അവബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഈ സ്ട്രെസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇപ്പോൾ പഠന സമയത്തുള്ള കോൺസെൻട്രേഷൻ പഠിക്കുവാൻ കൂടുതൽ പഠിക്കുവാനുള്ള ഒരു ശേഷി, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ യോഗയിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സാർ. ഓക്കെ സാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മോഡേൺ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു മരുന്ന് വിപണിയിൽ എത്തിക്കുന്നതിന് മുമ്പായിട്ട് ക്ലിനിക്കൽ ട്രയൽസ് അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രായത്തിന് താഴെയുള്ള കുട്ടികളിൽ ഒരിക്കലും ഒരു മെഡിസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുരക്ഷിതത്വം അഷേർഡല്ല. അപ്പോൾ അതുപോലെ തന്നെ യോഗയെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിയന്ത്രണമുണ്ടോ? അതായത് ഇന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമേ, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമേ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര പ്രായം കഴിഞ്ഞവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും നിബന്ധനയുണ്ടോ യോഗയുമായിട്ട് ബന്ധപ്പെട്ട്? സർ, ആ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് യോഗയെക്കുറിച്ചുള്ളൊരു നല്ലൊരു മിഥ്യാധാരണ നിലനിൽക്കുന്നുണ്ട്. അതായത് ആഫ്റ്റർ എ സർട്ടൺ ഏജ് ഗ്രൂപ്പ്, മേ ബി ഒരു മിഡിൽ ഏജ് കഴിഞ്ഞതിന് ശേഷം, ഒരു 50 years ഒക്കെ കഴിഞ്ഞതിന് ശേഷം പഠിക്കുവാനുള്ളതാണ് യോഗ എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു നമ്മുടെ സൊസൈറ്റി കുറച്ചു കാലം മുമ്പ് വരെ. മറിച്ച് ഇന്ന് സ്കൂൾ സിലബസിൽ തന്നെ യോഗയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ
സിലബസ് തന്നെ ഫോർമുലേറ്റ് ചെയ്ത് ഏത് സ്കൂളിലും ഒരു യോഗ അധ്യാപകൻ വേണം എന്നുള്ളത് തന്നെ യോഗയുടെ ഇമ്പോർട്ടൻസിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കതിരിന്മേൽ വളം വെക്കുക എന്നുള്ള രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ യോഗയെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് പക്ഷേ ചില കാര്യങ്ങളിൽ ലൈക്ക് ഇപ്പോൾ ഒരു കപാലഭാതി ഒരു 11 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറയുന്നുണ്ട് പല ഗ്രന്ഥങ്ങളിലും. അതൊന്നും അപ്പോൾ കുട്ടികളുടെ വളർച്ചയുടെ സമയത്ത് നമുക്ക് ഇതുപോലുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സ്ട്രെസ്ഫുൾ എന്ന് പറയാൻ ഫിസിക്കൽ എക്സർഷൻ ആയിട്ടുള്ള ഇപ്പോൾ ലങ്സൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ഫിസിക്കൽ എക്സർഷൻ കൊടുക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. പിന്നെ ഒരിക്കൽ ഇവിടെ പറയുകയുണ്ടായി, നമ്മൾ യോഗ ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞു പോകും, ഇങ്ങനെയൊക്കെയുള്ള കുറേ അപവാദങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും നമ്മളിപ്പോൾ കുട്ടികൾ കളിക്കുന്നത് പോലൊരു കാര്യം മാത്രമാണ് യോഗ എന്ന് വിചാരിച്ച് തന്നെയായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവരുടെ കളിക്കുന്ന രീതിയിൽ യോഗ പഠിപ്പിക്കണം. അതിന് സ്പെഷ്യലി ട്രെയിൻഡ് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അവരുടെ കീഴിൽ തന്നെ യോഗ അഭ്യസിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ കുട്ടികളെ എങ്ങനെയാണ് ഒരു പ്ലേ മെത്തേഡിൽ നമുക്ക് യോഗ പഠിപ്പിച്ച് പോകാം എന്ന് ട്രെയിൻഡായിട്ടുള്ള ഒരുപാട് അധ്യാപകർ നമുക്കിന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഒന്ന് അറിഞ്ഞ് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു അവബോധത്തോടു കൂടി തന്നെ യോഗയെ സമീപിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാര്യം ഇപ്പോഴും യോഗയെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. ഇനിയും അത് ക്ലിയർ ആകേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏത് പ്രായക്കാർക്കും നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ഓരോ പ്രായത്തിനും ഇപ്പം നമുക്കൊരു യോഗ ഇൻസ്ട്രക്ടറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർശനം, പ്രശ്നം, സ്പർശനം. അതായത് ആളെ കണ്ട് അവരുടെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വേണം അതിനെ നമുക്കൊന്ന് സമീപിക്കേണ്ടത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഓരോ പേഴ്സണെയും അടുത്തറിഞ്ഞ്. ഒരു 30 പേരാണ് നമ്മുടെ യോഗ ക്ലാസ്സിൽ ഇരിക്കുന്നെങ്കിൽ ഈ 30 പേരെയും നമ്മൾ അടുത്തറിഞ്ഞ് വേണം ക്ലാസ് എടുക്കാൻ. സാർ, അതോടൊപ്പം സാറ് നേരത്തെ സൂചിപ്പിച്ചു, ഒരു രോഗാവസ്ഥയിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യോഗ ഒരിക്കലും ഒരു പനേഷ്യല്ല. അതെ, അതായത് നമുക്കൊരു പെർഫെക്റ്റ് ക്യൂർ എന്ന് പറയാൻ പറ്റുകയില്ല. അതെ. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ രോഗാവസ്ഥയിൽ നിന്നും എത്ര കണ്ട് യോഗയ്ക്ക് ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കും? ഒരു പൂർണ്ണമായിട്ടുള്ള ക്യൂർ അല്ല, ഒരു പൂർണ്ണമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല എങ്കിലും യോഗ കൊണ്ട് എന്തുമാത്രം വ്യത്യാസം ആ ഒരു വ്യക്തിയിൽ വരുത്താനായിട്ട് സാധിക്കും? അല്ല, യോഗ എവിടെ നിൽക്കുന്നു ആ ഒരു മാനേജ്മെൻറ്റിൽ? നമ്മൾ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ബാധിക്കാത്ത പല അസുഖങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിവെൻറ്റീവ് മെത്തേഡായിട്ട് എടുക്കാം, പ്രൊഫൈലാക്റ്റിക് ആയിട്ട്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ഇതിനെ യോഗയിലൂടെ ചില ബുദ്ധിമുട്ടുകളെ നമുക്ക് യോഗയിലൂടെ മാറ്റാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ക്യൂറേറ്റീവായിട്ട് എടുക്കാം. അതായത് രോഗം വന്ന് അതിന് ശേഷം നമുക്ക് ഇതിനെ റീഹാബിലിറ്റേറ്റീവായിട്ടും എടുക്കാം. ഈ 3 രീതിയിലും നമുക്ക് യോഗയെ സമീപിക്കാം. സാർ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത്, ഒരു രോഗിയെ നമ്മൾ യോഗയിലൂടെ ജസ്റ്റ് ലൈക്ക് പനേഷ്യ എന്ന് പറഞ്ഞ യോഗയെ ഇതൊക്കെ നമുക്ക് നുള്ളിയെടുത്ത് കളയാൻ പറ്റുമോ എന്ന് ഉള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. കാര്യം നമുക്ക് എല്ലാ രോഗങ്ങളും അങ്ങനെ അങ്ങ് എടുത്ത് മാറ്റാൻ പറ്റുന്നതല്ല. നമുക്കിന്നും പല മെഡിസിനൽ പെർസെപ്ഷനുണ്ട്, അല്ലെങ്കിൽ പല ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് ചിലത് ആയുർവേദത്തിലൂടെ മാറുന്നു, ചിലത് ഹോമിയോപ്പതിയിലൂടെ മാറുന്നു, ചിലത് ഒന്നിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ യോഗയിലൂടെയും മാറിപ്പോകുന്നു എന്നുള്ളതല്ലാണ്ട് അത് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു മെഡിക്കൽ തിയറിക്കും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്നും നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് യോഗ നമ്മളൊരു ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് എ ക്യൂറേറ്റീവ് വൺ. നിങ്ങൾക്ക് ഒരു ക്യാൻസറാണോ, യോഗ കൊണ്ട് മാറ്റിത്തരാം. നിങ്ങൾക്ക് എയ്ഡ്സ് ആണോ, യോഗ കൊണ്ട് മാറ്റിത്തരാം എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സാർ, കഴിഞ്ഞ ഒരു 20 വർഷത്തെ സാറ് ഈ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുകയാണ്, അതോടൊപ്പം പഠിപ്പിക്കുകയാണ്. നമ്മൾ ഏതൊരു ടെക്നോളജി എടുത്തിരുന്നാലും ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺ ഒരുപക്ഷെ നമ്മൾ 20 വർഷം മുമ്പ് ഉപയോഗിച്ച മൊബൈൽ ഫോണല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. എല്ലാത്തിലും എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ആണെങ്കിൽ പുതിയ അങ്ങനെ സാറ് പുറകിലോട്ട് നോക്കുമ്പോൾ എത്രമാത്രം യോഗ ഇവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് സാറിന് തോന്നുന്നു? അതായത് 20 വർഷം മുമ്പ് സാർ ഇത് പ്രാക്ടീസ് ചെയ്തു, പഠിപ്പിച്ചു, ഇപ്പം സാർ പഠിപ്പിക്കുന്നു. എത്രത്തോളം യോഗ ഇവോൾവ് ചെയ്തു എന്ന് സാറിന് തോന്നുന്നു? എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നത്? 20 വർഷം മുമ്പ് നമ്മുടെ
സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്നു യോഗ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം ഒരു എലൈറ്റ് ഗ്രൂപ്പ് മാത്രം അവിടെ എത്തിപ്പെടുന്ന രീതിയിലായിരുന്നു യോഗ അന്നത്തെ കാലത്ത്. ഇന്ന് ആ യോഗ പലരും സംശയത്തോടെ നോക്കിക്കാണുന്നതും അല്ലെങ്കിൽ ഒരു റിലീജിയസ് ബേസ്ഡ് ഒരു സംഗതിയാണ് യോഗ എന്ന് നോക്കിക്കാണുന്നതും, പിന്നെ ഒരു ഏജ് ഗ്രൂപ്പ് മാത്രമേ ഇതിന് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ലത്തം എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്ന അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു യോഗയ്ക്കുണ്ടായിരുന്നത്. ഇന്ന് 2015 നമ്മുടെ ഇൻ്റർനാഷണൽ യോഗ ഡേയോടുകൂടി, അല്ലെങ്കിൽ 180 കൺട്രീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ലോകം എല്ലാം നമ്മുടെ അക്സെപ്റ്റ് ചെയ്തു എന്ന് കണ്ടതോടുകൂടി നമ്മുടെ ജനങ്ങളുടെയും ഒരു കാഴ്ചപ്പാട് വളരെ നല്ല മാറ്റമുണ്ട്. ഇന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യോഗ പഠിക്കാം, ഞങ്ങളെല്ലാം യോഗയ്ക്ക് വരാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സ്കൂളുകളിലായിരുന്നാലും ശരി പൊതുജനങ്ങളിലായിരുന്നാലും ശരി ഈ ഒരു മാറ്റം വളരെ നല്ലൊരു മാറ്റമാണ് എന്നെനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഒരു സിലബസിൻ്റെ ഭാഗമായി തന്നെ അതെ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ച ശ്രീ സാനു സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും യോഗയുമായി ബന്ധപ്പെട്ട് ഉള്ള വലിയൊരു വിജ്ഞാനം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ സാറിന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ 20 വർഷത്തിലുള്ള അധ്യാപനത്തിൻ്റെ ഇടവേളയിൽ ഒട്ടനവധി അധ്യാപകരെ സാറ് സൃഷ്ടിച്ചു. ആയുഷിൻ്റെ കീഴിലാണെങ്കിലും അതുപോലെ തന്നെ പല ഫോറമുകളിലും ജോലി ചെയ്യുന്ന ഒരുപാട് യോഗ ഇൻസ്ട്രക്ടേഴ്സ് സാറിൻ്റെ അധ്യാപനത്തിൻ്റെ പരിണിത ഫലമാണ്. ഇനിയും സാറിന് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു മേഖലയിൽ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതോടൊപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒട്ടനവധി സംശയങ്ങൾ ഉണ്ടാകുമായിരിക്കാം. ഈ സംപ്രേഷണത്തോടൊപ്പം തന്നെ സാറിനോട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതും അതിൻ്റെ ഉത്തരങ്ങൾ സാറ് തരുന്നതുമായിരിക്കും. അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഈ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.